Hello friends, welcome to SAT, Center Institution Marathamadi and Puthumbelkara, Free Education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 5 ക്വസ്റ്റ്യൻ നമ്പർ 5. ഇപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ പേര് എ ബി സി. and നമുക്കിത് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 150 ഡിഗ്രി, 150 ഡിഗ്രി. ഇത് 12 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഏരിയ കാണാൻ എന്താണ്, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ് ഫോർമുല. ബി ഇസ് ഈക്വൽ ടു 15. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്ത് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു എത്രയാണ്, 15 സെൻറ്റിമീറ്റർ. ബട്ട് എച്ച് എന്ന് പറയുന്നത് തന്നിട്ടില്ല. എച്ച് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ 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 വരയ്ക്കുക. അതുപോലെ ഇതിങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ദിസ് ഈസ് എച്ച്. ഇതാണ് എച്ച് എന്ന് പറയുന്നത്, ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ട്രയാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. സർവേ സൈഡിൽ വരയ്ക്കുകയാണ്, ആ ട്രയാങ്കിൾ മാത്രം വരയ്ക്കുകയാണ്. അതിൻ്റെ പേരെന്താണ്, എ, പിന്നെന്താണ് ബി, ഇത് 90 ഡിഗ്രി, ഇതെന്താണ് എച്ച്. ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് എത്രയാണ്, 12. അതിന് ഇവിടെ 150 നേക്കണമുണ്ട്. ഇപ്പുറത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അത് എത്രയായിരിക്കും, 30. കാരണം എന്താ, വെരി സിമ്പിൾ. 180-ൽ 150 കുറയ്ക്കുക. 180 മൈനസ് 150. കാരണം രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. അപ്പോൾ അവിടെ എത്ര ഉണ്ടാവും, 30 ഡിഗ്രി. ക്ലിയർ അതോ? ഒരു വരേനെ ഇങ്ങനെ ഒരു വര കട്ട് ചെയ്താൽ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും, 150. അപ്പോൾ ഇവിടെ 150 ഉള്ളത് കൊണ്ട് ഇപ്പുറത്ത് എന്തായിരിക്കും, 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ആംഗിൾ കിട്ടി. എത്രയാണ്, 30. ക്ലിയർ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിനസ്, കർണമാണ്. അപ്പോൾ എതിർവശം കണ്ടുപിടിക്കണം, കർണം തന്നിട്ടുണ്ട്. അപ്പോൾ എതിർവശവും കർണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ എന്താണ്, സൈൻ. നമ്മൾ സൈൻ 30 എടുക്കണം. സൈൻ 30 ഇസ് ഈക്വൽ ടു എതിർവശം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, എച്ച് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്താണ്, 12. ഇനി വെരി സിമ്പിളാണ്. എച്ച് എങ്ങനെ ഉണ്ടാവും, എച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുത്ത് ഗുണിക്കുക. ഇവിടെ ഹരിച്ചേക്കണം, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണനാവും. അപ്പോൾ എന്ത് വരും, സൈൻ 30 ഡിഗ്രി ഇൻറ്റു 12. ഇതാണ് എച്ച് എന്ന് പറയുന്നത്. സോ എച്ച് ഇസ് ഈക്വൽ ടു സൈൻ 30. സൈൻ 30യുടെ വില നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എത്രയാണ്, 1/2 ഇൻറ്റു 12 ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, 2 ഇവിടെ പോവും, 6 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി സൈൻ 30യുടെ വില നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഓർത്തിരിക്കുക. എന്താണ്, ഇവിടെ 30 ഡിഗ്രി, ഓക്കെ, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ √3, ഇവിടെ എന്താണ് 1, ഇവിടെ 2. അപ്പോൾ സൈൻ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് പറയാം. അപ്പോൾ 1/2. അങ്ങനെയാണ് ഇവിടെ സൈൻ 30യുടെ വില 1/2 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എച്ച് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യാം. എന്താണ്, എ ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു ബി എത്രയാണ്, 15 ഇൻറ്റു എച്ച് എത്രയാണ്, 6. അപ്പോൾ 2 6 വെട്ടി പോകുമ്പോൾ 3 കിട്ടും. 3 ഇൻറ്റു 50 എത്രയാണ്, 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. കണ്ടോ, ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ചതുരശ്ര സെൻറ്റിമീറ്ററിൽ പറയാം. ക്ലിയർ? ഓക്കെ, താങ്ക് യു. Please visit part 6 for next question. Thank you once again.